അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് 5 നൈറ്റ്സ് അറ്റ് ഹോട്ടൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഗെയിമാണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാവട്ടാ. ഓക്കെ, ഇത് മറ്റേ ഷേക്ക് ഹോട്ടലാണ്, ഈടാവിൻ്റെ ഹോട്ടലാട്ടത്. ഓക്കെ, സെക്കൻഡ് ഫ്ലോറിൽ നമുക്കുള്ള റൂമുണ്ടെന്നാണ് പറയണേ. നമുക്കിനി ഒട്ടും സമയം കളയേണ്ട റൂമിൽ പോവാം. എനിക്ക് തോന്നുന്നു ഒരു 5 നൈറ്റ് ഇവിടെ സർവൈവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആടാ ഇതാരാ? ഇയാളെന്താ വേസ്റ്റ് കൊണ്ട് കളയുന്നേ? ഹലോ, അറിയൊക്കെ ആള് ജസ്റ്റ് ക്ലീൻ ചെയ്യാന്ന് പറയണേ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ റൂം. അതെ, ആടാ ഇയാൾക്ക് ബാത്റൂമിൽ പോകണമെന്നാ പറയണേ. ഓക്കെ, താഴെ പോയിട്ട് നോക്കി നോക്കാം എവിടെയാ ബാത്റൂമെന്ന്. ഓക്കെ, നമ്മൾ ഈടാവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ ചോദിച്ചത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ആള്. ഓക്കെ, എടാ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? ഇയാള് പറയാ മറ്റേ ചുമരിമൊന്ന് മൂത്രം ഒഴിച്ച് വെക്കരുതെന്ന്. എടാ വാതിൽ അടച്ചിട്ടായിരുന്നു, പക്ഷേ പ്രൈവസി പോയിട്ട് നമ്മുടെ. ശരി അണ്ണ. സോ ഗൈസ്, നമുക്കിനി തിരിച്ച് കയറി മേലെ പോയി കിടന്നുറങ്ങാം. ഇതുവരെ അങ്ങനെ വലിയ ക്രീപ്പിയ അങ്ങനത്തെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. തുടക്കം തന്നെ ഒരു ഇയാൾക്ക് മറ്റേ ബാത്റൂമിൽ പോവാൻ മുട്ടിയിട്ടായിരുന്നു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി. ഓക്കെ, ആ നൈറ്റ് അങ്ങനെ സുഖമായിട്ട് പോയിട്ടാ. ഇപ്പോൾ നൈറ്റ് 2 ആയിണ്ട്. അവിടെ നമ്മൾ ടോയ്ലറ്റിൽ പോയി ആകെ നാശാക്കി എന്നൊക്കെ ഇയാൾ പറയണേ, നമ്മളെ കൊണ്ട് വൃത്തിയാക്കാൻ. ഇവൻ്റെ ചൂല് വാങ്ങിക്കേണ്ടി വരും നമുക്ക്. ഓക്കെ, അവൻ്റെ മറ്റേ ചൂല് വാങ്ങിച്ചു. ഇനി ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കേണ്ടി വരും. ഓരോരോ പണിയാട്ടിത്. ഇതൊക്കെ ഇവരുടെ ജോലിയല്ല, നമ്മളെ കൊണ്ട് എന്താ ചെയ്യിക്കണേ? ഓക്കെ, ഫുള്ള് കഴിഞ്ഞ ഇനിയൊന്നുമില്ല എന്ന് തോന്നണം. ഇവിടെയും കൂടി ലാസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞു. സോ ഗൈസ്, നമുക്കങ്ങനെ പോവാം. ഇവനെന്തിനും ഇവിടെ കിടന്ന് കരയണേ? ഇവനെന്താണിത്? നമുക്ക് മേലെ പോയി കിടന്നുറങ്ങാം. ഇതാരാ? അതാരാണാവോ? ആള് ഈ പെയിന്റിങ് നോക്കിയിട്ട് എന്തോ പോയിട്ടാ. നമ്മളെ കണ്ടപ്പോ എന്തിനാടാ ഓടിപ്പോയത്? ഓക്കെ, ഇയാൾക്ക് ഉറക്കാൻ വരണില്ല. ഇയാൾ ആ പെയിന്റിങ് ഒക്കെ നോക്കാൻ പോവാന്ന്. അത് ശരി, എന്നാ പെയിന്റിങ് ഇരുന്ന് കണ്ടോ. എടാ ഇയാൾ ഇതിമ തുമ്മിട്ടാ, പണി പാളി. അതിമെന്തോ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഒരു PC ഗെയിമാണ്. അതുകൊണ്ടാണ് ഇതില് അങ്ങനെ ചെറിയൊരു ഗ്ലിച്ച് മാതിരിയൊക്കെ വന്നത്. അപ്പോൾ ഈ ഗെയിം എങ്ങനെ ഫോണിൽ കയറ്റണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ, ഞാൻ അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ ഗൈസ്, ഇയാളിവിടെ തുമ്മി വെച്ചു. ഒന്നെങ്കിൽ റണ്ണേ ചെയ്യാം, ഐഡ് പെയിൻറ്റിങ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഐഡ് പെയിൻറ്റിങ് ചെയ്യാം. ഓക്കെ, ഞാൻ അതേ അടച്ചു. പെയിൻറ്റിങ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരോ വന്നിട്ടുണ്ട്. ജസ്റ്റ് സം നോയ്സ്. ഓക്കെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എവരിത്തിങ് ഈസ് ഫൈൻ. ഓക്കെ, ആൾ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയിട്ടോ. നമുക്കിനി കിടന്നുറങ്ങാം ഗൈസ്. സോ ഗൈസ്, ആ പടത്തിന്മേൽ നമ്മൾ ഓരോ തുമ്മിയും വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം. ഓക്കെ, നമ്മൾ നൈറ്റ് 3 ആയിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡാവട്ടോ. നേരത്തെ മറ്റേ ബ്ലാക്ക് കളറായിരുന്നു, അത് ഗ്ലിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ഗ്ലിച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇയാളുടെ നോട്ടം എനിക്ക് ഇഷ്ടമാവണില്ല. ഓക്കെ, ഇയാൾ ഹംഗ്രിയാന്നാ പറയണേ. എന്നാൽ നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് കോർട്ടിൽ നിന്ന്. ഓക്കെ, ഈടാവില്ല നേരത്തെ പടം കണ്ടപ്പോൾ എഴുന്നേറ്റ് ഓടിയത്.
ഓക്കെ, ഇവിടെ നിന്ന് എന്താ നമുക്ക് വാങ്ങാം? നമുക്ക് ചൈനീസ് ഫുഡ് വാങ്ങാം. ഓക്കെ, നമുക്ക് അവിടെ പോയിരിക്കാം. ഓക്കെ, നമ്മൾ ഇയാളുടെ അടുത്ത് എങ്ങനെ സുഖാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇയാൾ വെറുതെ കൈ കാട്ടിയിരുന്ന് തിന്നാണ് ഗൈസ്. നമ്മളൊറ്റയിരിപ്പിന് ആ ഫുഡ് തീർത്തു. പക്ഷെ ആളാണെങ്കിൽ ഇപ്പോഴും അത് കടിച്ചിരിക്കുക കേട്ടാ. നമുക്കിനി എന്തായാലും റൂമിൽ പോയി കിടന്നുറങ്ങാം. ഈ പൊട്ടനാണ് വേണ്ട, ഈ വേണ്ട. നമ്മളിങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കും കേട്ടാ. ഇതങ്ങനെ ഒരു വാഴ. പിന്നെ എന്തായാലും മേലേക്ക് പോവാം. നമ്മളെന്തായാലും ആ പെയിൻറ്റിങ്ങൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, റൂമിൽ പോവാം. സോ ഗൈസ്, ഇതാണ് ആ പെയിൻറ്റിങ്. ഇത് മറ്റേടാവിൻ്റെ മാതിരി തന്നെയുള്ളൊരു പെയിൻറ്റിങ് കേട്ടോ. ആളുടെ തന്നെ പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത്. നമ്മൾ കണ്ടോ ഫുള്ള് നാശാക്കി വെച്ച് തുമ്മിയിട്ട്. നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ നൈറ്റ് 4 ആയിട്ടുണ്ട്. ഇതേ മറ്റവനെ കാണുന്നില്ലല്ലോ. ഇവിടെ അടമാരി ഇരിക്കണ ഒരുത്തനെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഹോട്ടലിൻ്റെ മുതലാളി സ്ട്രേക്ക് അവനെവിടെ പോയി? ഹേയ്, പേടിപ്പിക്കലടാ. എന്തൊരു സംഭവം എടാ? ഇതാളുടെ അപ്പാപ്പൻ്റെ ഫോട്ടോ എടാ. അതാണ് നമ്മൾ നാശാക്കിയത് എടാ. സോറി അണ്ണാച്ചി, ക്ഷമിക്ക്, ഈ പ്രാവശ്യം ക്ഷമിക്ക് എടാ. അവിടെ താഴെയുള്ള ബോക്സുകളൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാനാണ് പറയണേ. ഓക്കെ, ഇത് ഞാൻ ചെയ്തേക്കാം. നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്ത് കളയാം. ഇതാന്ന് തോന്നുന്നില്ല ആ ബോക്സസ്. നമുക്ക് ഓരോന്നായിട്ട് ഇനി കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇതാണോ? ഇതാന്ന് തോന്നുന്നുണ്ട് ആ റൂം. ഇത് ഇവിടെ കുറേ ബോക്സസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു ബോക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ 3 ബോക്സ് ഉണ്ട്. നമുക്ക് എല്ലാം കൊണ്ട് വെക്കണം ഇവിടെ. ഓ അതെ, മറ്റേ വേണ്ട. ഓക്കെ, വഴിയൂ. ഓ, അവൻ വല്ല ഹെൽപ്പ് വേണമെന്ന് ചോദിക്കട്ടെ. ഇവ നല്ലവനാട്ടെ, ഇവ നല്ല മനസ്സാണ്. ഓക്കെ, ഇത് ഒരു ബോക്സ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാ ചെക്കൻ. ഓക്കെ, അവൻ്റെ ബോക്സ് എടുത്ത് ഒരു ഓട്ടോടി പോയിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സും കൂടി കൊണ്ടുവയ്ക്കാം. ഇതേണ്ട, അവൻ ആ ബോക്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെല്ലാ ബോക്സും അങ്ങനെ വെച്ചു. എന്താണ്? ഓക്കെ, നമ്മളോട് ഇനി പോയി ഉറങ്ങിയോടാൻ പറഞ്ഞു. നമുക്കിനി പോയി ഉറങ്ങാം ഗൈസ്. സോ ഗൈസ്, നമ്മളിത് പാതിരാത്രി എഴുന്നേറ്റേക്കണം, മിഡ് നൈറ്റില്. ഇതെന്താ ആകെ ചോപ്പാ? ഇത് നമ്മുടെ മറ്റേ കൂട്ടുകാരനല്ലേ നമ്മളെ സഹായിച്ചവൻ. അവൻ്റെ കഴുത്തില് മറ്റേ നെഞ്ചത്തായിട്ടൊരു കത്തി കയറിയുണ്ട്. ഇവൻ നമ്മളെ വന്ന് പിടിച്ചുറാ. സോ ഗൈസ്, നൈറ്റ് 5 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റോനെ കൊന്നു തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ എവിടെയോ അവൻ പൂട്ടിയിട്ടുണ്ട്. ഇതെന്തൊരു ഷ്രേക്ക് എനർജി ഡ്രിങ്കാ, ഷ്രേക്ക് ജ്യൂസ്. ഓക്കെ, നമ്മളതിന് ഒരെണ്ണെടുത്ത് കുടിച്ചു. സോ ഗൈസ്, ഭയങ്കര ഫ്ലാഷ് ലൈറ്റ് ആട്ടോ. നിങ്ങൾ ഫോൺ ഇത്തിരി ദൂരെ പിടിച്ചിരുന്ന് കാണുന്നതാവും നല്ലത്. കീട സ്ട്രോങ് ആയി എന്നാ പറയണേ. എന്തിനിപ്പോൾ കുടിച്ചത്? ഓക്കെ, ഈ കമ്പി വളയ്ക്കാനാവും. എനിക്ക് ആ കമ്പി വളച്ചു. ഐ ഫീൽ വെരി വീക്ക് അഗൈൻ. എനിക്ക് തോന്നുന്നു ഒരു എനർജി ഡ്രിങ്ക് കൂടി പോയി കുടിക്കാം നമുക്ക്. മറ്റോനത് അവൻ മരിച്ചിട്ടില്ല കേട്ടോ. അവൻ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവൻ്റെയും കൂടി കമ്പി വലിക്കാം. ഓ, നമ്മുടെ ലൈഫ് ടൈമിൽ ഈ ഡ്രിങ്ക് ഒരു വട്ടം കുടിക്കാൻ പാടുള്ളൂ. ഓവർ ഡോസ് ആവും ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരെണ്ണെടുത്ത് കയ്യിൽ പിടിക്കാം. ഇത് നമുക്ക് അവനെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് അതെങ്കിലും അത് ചെയ്യാം.
സോ ഗൈസ് അവനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അയ്യോ ഇതേ മറ്റവൻ വരുന്നു ഗൈസ്. ഈ ഓടിക്കും അവൻ പിന്നാലെ ഉണ്ട്. ആ പൊട്ടൻ പിന്നാലെ ഉണ്ട് ഗൈസ്. അവൻ കണ്ടാൻ പിടിച്ച് ഒറ്റ ഓട്ടോടാം. അവൻ മറ്റേ കൂടും തുറന്ന് ഒരു വരവ്. പക്ഷേ എടാ ഇവിടെ വഴിയില്ല, നമ്മൾ പെട്ടു. ഇതേ നമ്മളെ പിടിക്കാൻ വരണവൻ. സോ ഗൈസ് ബാക്കിൽ നോക്ക്, ഇതാരത്? എടാ മറ്റവനടാ നമ്മളെ സഹായിച്ചവൻ, നമ്മളെ എനർജി ഡ്രിങ്ക് കൊടുത്ത ചെക്കൻ വലിയ മസിൽ മാനായി. എടാ മറ്റവൻ പേടിച്ചു കേട്ടാ, മറ്റേ പച്ച തവളവൻ പേടിച്ചു. ചെക്കൻ നോക്കറ കറക്റ്റേക്ക് കാച്ചേട് മസിലൊക്കെ വന്നിട്ട് ആ മിസൈല് വിട്ടതാവുന്നേ പിടിച്ചു കേട്ടാ. സോ ഗൈസ് അവനതേ തീർത്തു, തിരിച്ച് ആ മിസൈല് വിട്ട് തീർത്തു ഗൈസ്. സോ ഗൈസ് അപ്പോൾ ഇത് ചെറിയൊരു ഗെയിമായിരുന്നു. അപ്പോൾ ഈ ഗെയിം കയറ്റുന്നത് എങ്ങനെയാണെന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് എന്താ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.